മഴക്കോളു കണ്ടാൽ മതിക്കുമി നാട്ടിൽ ഇടത്തോടു പോലും ആറ് കിളിപ്പാട്ടു കുറുമ്പിപ്പൂജ ദാ ഇവിടെ പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്, വന്ന് കുടിച്ചോ. കരിക്കാടി ഞാൻ ഇറങ്ങുവന്നേ. പാല് തനിത്തങ്കവും കൊണ്ടേ പോകുന്നു ഞാനും. ഓ നിലാപ്പൊങ്കലായല്ലോ. ഓ എൻ്റെ യശോദാമ്മേ, ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് പലയിടത്തും പോകാനുള്ളതാ. എന്ത് സ്ലോ മോഷനാണിത്. അടുക്കളയിൽ നിൽക്കുമായിരുന്നടി ഗൗരി, നിന്റെ സൗണ്ട് കേട്ട് ഞാൻ ഓടി വന്നതാ. ഞാനെങ്ങാനും വീണ് പോയാൽ നീ നോക്കുമോ എന്നെ? അല്ല, ആടൊരുത്തനുണ്ടല്ലോ മോനെന്ന് പറഞ്ഞ്, എന്തേ എണീറ്റില്ലേ? ഇപ്പോഴും മൂടിപ്പൂജ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? എണീക്കണമെങ്കിൽ നീ ടൈമുണ്ട്. അല്ല, പാലത് നേരത്തെയാണല്ലോ, എന്തു പറ്റി? എനിക്ക് കോളേജ് വരെ ഒന്ന് പോകാനുണ്ട്. പിന്നെ ഉണ്ണിയേട്ടൻ എണീക്കുകയാണെങ്കിൽ ഒന്ന് ഞാൻ അന്വേഷിച്ചൊന്ന് പറഞ്ഞേ കേട്ടോ. ശരി മാഡം, ഞാൻ പറഞ്ഞോളാം. നിനക്കൊന്ന് പറഞ്ഞാൽ അവൻ അവിടെ എത്തിക്കോളാം. പിന്നൊന്നുമില്ല, സംസാരിക്കാൻ തീരെ സമയമില്ല. ഞാൻ ഇതുവരെ ഭാർഗവീ നിലയത്തിൽ പാല് കൊടുത്തില്ല. അവിടെ കൂടെ കൊടുത്തിട്ട് വേണം എനിക്ക് കോളേജിൽ പോകാൻ. ഈ ഭാർഗവീ നിലയം എന്ന് പറഞ്ഞത് അവർ കേൾക്കണ്ട, ഓടിപ്പോയി കൊടുത്തിട്ട് പൊക്കോ. ശരിയെന്നാ, ഉണ്ണിയേട്ടൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ യശോദാമ്മേ, ഓർമ്മയുണ്ടല്ലോ. ശരി, ബായ്. അനന്തേട്ടാ മുന്നിൽ സൈക്കിൾ വരുന്നുണ്ട്, നോക്കി. അനന്തേട്ടാ ഉറങ്ങുകയാണോ? ഈശ്വര, എൻ്റെ പാലിത്രയും തട്ടിക്കളഞ്ഞല്ലോ. ഏതവനാ വണ്ടി ഓടിച്ചത്? നോക്കി നിൽക്കാതെ ഇറങ്ങി വാടോ. തനിക്ക് സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഗൗരി, ഞങ്ങളാ സോറി, കണ്ടില്ല. വരുന്ന വഴിക്ക് അറിയാതെ. ആരായാലും എൻ്റെ പാലിത്രയും പോയില്ലേ, അതിനൊരു സമാധാനം പറയും. കുറച്ച് പാലല്ലേ പോയുള്ളൂ, അല്ലാതെ പെട്രോളൊന്നുമില്ലല്ലോ ഇങ്ങനെ എവിടെന്ന് പറയാൻ. എന്താ, പെട്രോളിന് മാത്രമേ വിലയുള്ളൂ? പാലിനെന്താ വിലയില്ലേ? മീനു എന്താ ഇവിടെ? മീനു, ഇവരോടൊക്കെ എന്താ സംസാരിക്കാൻ? പൈസ എടുത്ത് കൊടുക്കുക, എത്രയാന്ന് വെച്ചാൽ കൊണ്ടുപോട്ടെ. എനിക്ക് ആടെയും പൈസയൊന്നും വേണ്ട. തട്ടിയിട്ടിനൊരു സോറി എങ്കിലും പറയായിരുന്നു, അതാ മാനിയത. മാറിക്കേ, ഞാൻ എൻ്റെ സൈക്കിൾ എടുക്കട്ടെ. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പൈസ വാങ്ങിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. നിൽക്കടി. ഗൗരി, എന്താ അവിടെ? എന്തു പറ്റി? ഇതെന്താ പാലൊക്കെ നിലത്ത് കിടക്കുന്ന? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല ഉണ്ണിയേട്ടാ, അത് ഞാനിങ്ങോട്ട് വന്നപ്പോൾ കല്ലിൽ തട്ടി സൈക്കിളൊന്ന് മറിഞ്ഞു, അതാ. കുഴപ്പമില്ല, ഞാൻ എടുക്കുന്നുണ്ട്. സൂക്ഷിക്കണ്ടേ? അല്ല, ഇവരൊക്കെ എന്താ ഇവിടെ നിൽക്കുന്നത്? എന്താ പ്രശ്നം? ഗൗരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഉണ്ണിയേട്ടാ, ഇവർ ഈ വളവിൽ പോയപ്പോൾ എന്നെ കണ്ടിട്ട് നിർത്തിയതാ. ശരിയെന്നാ, ബാ. ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇത്ര നേരം നീ സംസാരിച്ചത്. ഇപ്പോൾ എന്താ, ഉണ്ണിയെ കണ്ടപ്പോൾ നിന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറിയോ? അനന്തേട്ടാ മതി, വിട്, അവർക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെന്താ, നമുക്ക് പോവാം. എന്താ നിന്റെ പ്രശ്നം? ഗൗരി, സത്യം പറ, എന്താ ഉണ്ടായ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആഹാ, അത് ചോദിക്കാൻ നീ ആരാ? അവളോട് ചോദിക്ക് എന്താ പ്രശ്നമെന്ന്. ഉണ്ണിയേട്ടാ വാ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് പോവാം, ബാ. അവളെ വിളിക്കുമ്പോൾ പോകുന്ന കണ്ടില്ലേ, വാലാട്ടി പട്ടിയെ പോലെ. അവൾ നിന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ തരണമെന്ന് വിചാരിച്ചതല്ല, മനഃപൂർവ്വം വാങ്ങിച്ചു കൂട്ടിയതാ. ഇനി ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഉണ്ണിയേട്ടാ വാ, നമുക്ക് പോവാം. നീ എന്നെ തല്ലിയല്ലേ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി ഗൗരി. അവളല്ല, ഞാനാണെങ്കിലും ആ പറഞ്ഞതിന് ഇതല്ല. ചിലപ്പോൾ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. അനന്തേട്ടൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നീ എന്നെ ലച്ചറടിക്കാതെ വണ്ടി കയറ്, വീട്ടിൽ പോവാം. പുല്ല്. നീ നോക്കി വെച്ചോ ഗൗരി, ഇതിന് നീ കണക്ക് പറഞ്ഞിരിക്കും. ഞാനാ പറയുന്ന ഈ അനന്തൻ. ഇപ്പം നീ അവൻ്റെ കൂടെ പൊക്കോ, നിന്നെ ഞാൻ എടുത്തോളാം. മീനു, ഈ നടനൊന്നും വീട്ടിൽ പോയി വിളമ്പാൻ നിൽക്കണ്ട. മുത്തശ്ശി അറിയാലോ, വെറുതെ നമ്മളായിട്ട് ഇനി വന്നതിനെ പ്രശ്നം ഉണ്ടാക്കണ്ട, മനസ്സിലായല്ലോ? തറവാടിനൊന്നും ഒരു മാറ്റമില്ല അല്ലേ അനന്തേട്ടാ? ആ, അവർക്കൊന്നും മാറ്റമില്ല, മാറ്റങ്ങളൊക്കെ നമുക്കല്ലേ. അല്ല, സീതാദേവി പ്രത്യക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്നിട്ട് എവിടെ കണ്ടില്ല. ഇനി നമ്മൾ വന്നപ്പോൾ കാറിൻ്റെ സൗണ്ട് അകത്ത് കേട്ട് കാണൂലേ, അതുകൊണ്ടായിരിക്കോ? കാറിൻ്റെ സൗണ്ടൊക്കെ കേട്ട് മോനെ, അടുക്കളയിൽ നിങ്ങൾ എത്തണ്ടേ? നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ആഹാ, സീതാദേവി പഴയതിലും സുന്ദരിയാണല്ലോ. അവിടെ തന്നെ നിന്ന് പ്രസംഗിക്കാതെ അകത്തോട്ട് വാടാ. എങ്ങനെയുണ്ട് രണ്ടാക്കും? യാത്രയൊന്നും കുഴപ്പമില്ല, ഞാൻ ട്രെയിനിൽ വരാൻ പറഞ്ഞതല്ലേ, അപ്പോൾ കാറിൽ തന്നെ വരുന്ന വാശി. ബാ, മുത്തശ്ശി കാണണ്ടേ?
അല്ലെങ്കിൽ വേണ്ട, കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് മുത്തശ്ശിയെ കണ്ടാൽ മതി. ഈ കോലത്ത് നീ എന്തായാലും മുത്തശ്ശി എടുത്ത് പോകണ്ടടി. ഓ എൻ്റെ അമ്മോ, ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കണ്ടോളാം പോരെ. ശരി, രണ്ടാളും പോയി റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാം. എൻ്റെ ചെകിട് നന്നായിട്ടൊന്ന് കിട്ടി. ഒരു പെണ്ണിന് ഇത്രയും കരുത്ത് കാണോ? ഞാൻ പറഞ്ഞതും കുറച്ച് കൂടിപ്പോയി. പക്ഷേ എൻ്റെ ചെകിടത്തടിച്ച് നിനക്ക് തക്കതായിട്ട് ഞാൻ തരും മോളെ. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ. ഞാൻ അന്ന് കാണിച്ചു തരാം ഈ അനന്തൻ ആരാന്ന്. നീ നോക്കിയിരുന്നോ ഗൗരി? അനന്തോട്ടാ, മുത്തശ്ശിയെ മറന്നോ നീ? വന്നിട്ട് ഇതുവരെയായിട്ടും വന്ന് കണ്ടില്ല. അതോ വയസ്സായോണ്ട് ഇനി ഇവളെ കാണേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയോ? എൻ്റെ പൊന്നു മുത്തശ്ശി എന്തൊക്കെയായി പറയുന്ന? അമ്മയെ പറഞ്ഞ ഫ്രഷായിട്ട് മുത്തശ്ശിയെ പോയി കാണാൻ. അതുകൊണ്ടല്ലേ ഞങ്ങൾ കുളിക്കാൻ പോയേ. അവളല്ലെങ്കിലും അങ്ങനെയാ. നിങ്ങൾ എൻ്റെ അടുത്ത് അടുക്കണില്ല, അവൾക്ക് കുശുമ്പ. അതുകൊണ്ട് അല്ല, നിന്റെ പെങ്ങളവിടെ. അതോ അവൾക്കും നീനെ കാണണ്ടേ? ഓ എൻ്റെ മുത്തശ്ശി, ഭാർഗവി അമ്മയ്ക്ക് മുഖം കാണിക്കണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആവണമെന്ന് തോന്നി. കണ്ടില്ല എന്താ അവളെ വർത്താനം? ഭാർഗവി അമ്മയെന്ന് പേര് പറയാറായോടി കൊച്ചേ നീ? ആഹാ, മക്കള് തുടങ്ങിയോ മുത്തശ്ശിയായിട്ട് അടിയുണ്ടാക്കാൻ? ബാ, ഞാൻ മോരെടുത്ത് വെച്ചിട്ടുണ്ട് കുടിക്കാം. എന്താ ചെയ്തേ? മോരേ ഉള്ളോ? പാലില്ലേ പിള്ളേർക്ക്? പാല് കാച്ചി കൊടുക്ക്. അത് അമ്മ, പാലില്ല ഇന്ന്. ഗൗരി പാല് കൊണ്ടുവന്നില്ല. അമ്പു ഇപ്പോഴാ വന്ന് പറഞ്ഞ്. എനിക്കറിയാം ആ അസത്ത് ഇവിടെ മാത്രം തരില്ല എന്ന്. അവളെ പണ്ടേ മാറ്റാൻ പറഞ്ഞാൽ നീയും വിശ്വയും കേൾക്കൂലല്ലോ. അവനിങ്ങൊന്ന് വരട്ടെ. അമ്മ, നമ്മളെന്തിനാ ആ കുട്ടിയെ പറയുന്ന? ഇല്ലാത്തോണ്ടായിരിക്കും. അത് അമ്പുവിനെ വിട്ട് പറയിപ്പിച്ചില്ലേ ഇല്ലാന്ന്. അല്ലെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ആ അസത്തിനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്താവൂല ദേഷ്യം? എന്താന്ന് വെച്ചാൽ കാണിക്കും. പാലില്ലെങ്കിൽ മോരെങ്കിൽ മോര് എടുത്ത് കൊടുക്കും പിള്ളേർക്ക്. എന്ത് കൈവശം അതിവിടെ കൊടുത്തിക്കണമെന്ന് അറിയില്ല. അയ്യോ, പാലും മോരും ഒന്നും വേണ്ട, വയറ് നിറച്ച് തിന്നാൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയേ. ഗൗരി, നീ എന്തിനാ അവനെ തല്ലാൻ പോയെ? ഞാൻ ഇടപെട്ട് സോൾവ് ആക്കൂലായിരുന്നോ? ഉണ്ണീട്ടിന് ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ കൊടുത്തത്. ഞാൻ ഒന്നിലേ ഒതുക്കിയുള്ളൂ. ഉണ്ണീട്ടിന് അങ്ങനെ ആയിരിക്കില്ല, അതുകൊണ്ട്. ശരി, ബാ, ഡാൻസ് ക്ലാസ്സിന് സമയമായി. അനന്തൂട്ട, എനിക്ക് നേരം വെളുത്തു. അമ്പലത്തിൽ പോവാ. എനിക്ക് എന്തുറക്കമാടാ ഇത്? എൻ്റെ അമ്മ, ഞാൻ ഉറങ്ങിക്കോട്ടെ. ഡ്രൈവ് ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുക. എനിക്ക് മതി. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് നീ എത്ര വേണമെന്ന് വെച്ചാൽ കിടന്നോ. ഞാൻ അവളെ പോയി വിളിക്കും. അതിന് മുമ്പ് എണീറ്റോളണം. ആ ശരി. അഞ്ചേട്ടാ, ഒത്തിരി നാളത്തിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ വരുന്നതല്ലേ. ഹോ, എന്ത് സമാധാനം. നമ്മളല്ലേ ഉത്തള്ളി അങ്ങോട്ട് പറഞ്ഞു വിട്ട മുത്തശ്ശി. ഇനി ഇവിടെ തന്നെയല്ലോ നമ്മൾ, അതുകൊണ്ട് കുഴപ്പമില്ല. മീനു, അതാ നിൽക്കുന്നത് ഗൗരിയല്ലേ? ആ തന്നെ അവളി തന്നെ. എവിടെ നോക്കട്ടെ. ആ, അത് ഗൗരിയാണല്ലോ. നീ നിൽക്ക്, ഞാൻ ഒന്നുകൂടെ തൊഴുതിട്ട് വരാം. അനന്തേട്ടാ വേണ്ട, വെറുതെ പ്രശ്നം. പോയോ? ഇനി എന്തൊക്കെയാ ഉണ്ടാവുന്ന? അല്ല, ഗൗരി മാഡം തൊഴാൻ വന്നതായിരിക്കും അല്ലേ? അമ്പലത്തിൽ എല്ലാവരും തൊഴാനായിട്ടല്ലേ വരിക. പിന്നെ എനിക്ക് മാത്രം എന്താ പ്രത്യേകത? ഞാനും അതിന് തന്നെയാണ് വന്നത്. നമ്മൾ തമ്മിൽ ഒരു കട ഉണ്ട്, നിനക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. കടോ? എന്ത് കടം? എനിക്കൊന്നും ഓർമ്മയില്ല. മാറി നിൽക്കും മുന്നിൽ നിന്ന്. എനിക്ക് തൊഴുതിട്ട് പോകണം. അങ്ങനെ അങ്ങ് പോയാലോ? ഇന്നലെ എൻ്റെ കർണക്കുട്ടി നോക്കി തന്നതൊന്നും ഓർമ്മയില്ലേ? അത് ഞാൻ മറന്നിട്ടില്ല, നീ മറന്നാലും. അതിൽ നിന്നെക്കൊണ്ട് പ്രായച്ചിത്തം ചെയ്യിപ്പിക്കും ഞാൻ. നിങ്ങൾ മുമ്പിൽ നിന്ന് മാറി, എനിക്ക് തൊഴുതിട്ട് പോകണം. മാറാൻ. ഈ അനന്തേട്ടനെ കാണാനില്ലല്ലോ. അകത്ത് എന്താണോ എന്തോ. അങ്ങോട്ട് പോകണോ? അല്ല, അത് ഉണ്ണിയേട്ടനല്ലേ? ഈശ്വര, ഇവളെന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? തൊഴുതില്ലേ? ഇനി വീട്ടിൽ പോയിക്കൂടെ? ഹായ് ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടൻ അമ്പലത്തിൽ വന്നതാണോ? തൊഴാനാണോ വന്നേ? അല്ല, മീൻ വിൽക്കാൻ വേണ്ടി വന്നതാ. എന്താ, കൂടുന്നോ? മീൻ വിൽക്കാനോ? അമ്പലത്തിലോ? എന്താ ഉണ്ണിയേട്ടാ ഈ പറയുന്നത്? അല്ല, നീ തൊഴുതെങ്കിൽ ഇവിടെ എന്താ ചുറ്റിക്കളി? വീട്ടിൽ പോരായില്ലേ? വീട്ടിൽ പോക്കോ, ചെല്ല്. ആ, ഞാൻ അനന്തേട്ടനെ കാണാം. അനന്തേട്ടനും ഗൗരി അകത്ത്. ഈശ്വര, അറിയാതെ വായിന്ന് വന്നല്ലോ. ഇനിയിപ്പോൾ എന്താ? അനന്തനും ഗൗരി അകത്ത് സംസാരിക്കുന്നുവെന്നോ? മാറി നിൽക്ക്. അയ്യോ, നിനക്കെന്താ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇത്ര ഇത്? ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ചുവടത്ത് നോക്കി തരുമ്പോൾ ഈ പേടിയൊന്നും കണ്ടില്ലല്ലോ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഇവിടെ വന്ന് തൊഴാനാ, അല്ലാതെ വേറെ ഒന്നിനുമല്ല. എൻ്റെ ചെറുതടിച്ച നീ ഇനി അവിടെ ഉമ്മ വച്ചിട്ട് പോയാൽ മതി. അതെ, ഇത് അമ്പലം. ഇവിടെ വായി തോന്നണമെന്ന് വിളിച്ചു പറയരുത്. ദൈവകോപം കിട്ടും. വഴിയിൽ നിന്ന് മാറി നിൽക്കും. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നിൽക്കടി. കൈ വിട്. വിട. എൻ്റെ കവിളിൽ ഉമ്മ വച്ചിട്ട് നീ പോയാൽ മതി. അനന്ത, അവളെ വിടാൻ. ഉണ്ണിയേട്ടാ, അത് ഞാൻ വിടാൻ പോയപ്പോൾ ഇയാൾ പിടിച്ചതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. നീ തൊഴുതോ? ആ, തൊഴുതു. അനന്തേട്ടൻ തൊഴുതോ? വാ, നടക്ക്, വീട്ടിൽ പോ. വരാൻ.
ഉണ്ണിക്ക് വരാൻ പറ്റിയ സമയം നിന്നെ ഞാൻ എടുത്തോളാടി. നീ നോക്കിക്കോ. എടുക്കുന്നതൊക്കെ കൊള്ളാം, ആ പോയ ആൾ നിങ്ങളെടുക്കാതെ നോക്കണം. വന്നേ. നടക്ക് ഗൗരി, നിന്നെ ഞാൻ എടുത്തോളാം. എൻ്റെ കള്ളിപ്പൂച്ചയെ, നീ ഇന്നും എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ കയറിയോ? അല്ല, ഈ യാത്ര നിനക്ക് വല്ലാണ്ട് ഇഷ്ടമായെന്ന് തോന്നുന്നു. എന്നും ഇത് പറ്റില്ല കേട്ടോ, പൈസ തരണം. എന്താ സീതാമോ, പഴയ പോലെ വയ്യാണ്ടായിരിക്കുന്നു നടക്കാനൊക്കെ. ഒരൊറ്റ അടി വെച്ചെന്നുണ്ടല്ലോ, നിനക്കെന്താടി ഫ്രണ്ട് വഴി കൂടെ വന്ന എന്നെ ഈ ബാക്കിലിട്ട് നടത്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓ, എന്നിട്ട് വേണം നിങ്ങളുടെ ഭാർഗവയമ്മയ്ക്ക് എന്നെ കണ്ണി പിടിക്കാതിരിക്കാനും അടുത്ത് തുടങ്ങാനും. ഞാനില്ലേ അവരെ വായിരിക്കുന്ന കേൾക്കാനൊന്നും. എന്താ ആളില്ലേ ഇന്ന്? അതാരാ സൈക്കിളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ? ആരായിരിക്കും ഈ സമയത്ത് ഇങ്ങോട്ട്? ഓ, ഇവളാണോ? അപ്പോൾ ഒന്ന് പോയി നോക്കിയാലോ താഴെ? പോവാ. എന്തു പറ്റി ഇന്നലെ? അമ്പു ഇന്നലെ പറഞ്ഞു പാല് തീർന്നു പോയിന്ന്. അങ്ങനെ തീരാൻ വഴിയില്ലല്ലോടി കള്ളി. എന്തു പറ്റി? അതിനെപ്പറ്റിയൊന്നും പറയണ്ട എൻ്റെ സീതാമ്മോ. ഒരു വലിയ കണ്ടംപൂച്ച നമ്മുടെ ആ പാലത്തിൻ്റെ വളവില്ലേ, അവിടെ വെച്ച് എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് ചാടി. സൈക്കിളും എല്ലാം പറഞ്ഞു പാൽ എത്രയും പോയി. ആ പൂച്ചയ്ക്ക് ഞാനിട്ടൊന്നും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ. എനിക്ക് തോന്നി പാല് കളഞ്ഞിട്ടുണ്ടാവുന്നു, അല്ലാണ്ട് പാല് തീരാൻ വഴിയില്ലല്ലോ. ആ പിന്നെ ഗൗരി, നാളെ മുതൽ പാല് കുറച്ച് കൂടുതൽ വേണം, പിള്ളേർ വന്നിട്ടുണ്ട്. ഓ ശരി മാഡം, ഞാനിവിടെ എത്തിച്ചോളാം. അല്ല, പൈസയും കൂടും കേട്ടോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഗൗരി മാഡത്തിനുള്ള പൈസ തന്നിട്ടേ ഇനി ഇവിടെ എന്തോ ഉള്ളൂ. പോരെ, ഞാൻ പൈസ എത്തിച്ചോളാം, അമ്പൂൻ്റെയിൽ കൊടുത്തു വിട്ടോളാം. പോരെ. അമ്മ മുത്തശ്ശി അകത്ത് വിളിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ മരുന്നെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഗൗരി, പിള്ളേർ വന്നെന്ന് പറഞ്ഞില്ലേ? അനന്ത് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പാല് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. ഇയാളെന്തിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? വീട്ടിനകത്ത് അങ്ങനെ ഇരുന്നാൽ പോലെയായിരുന്നു. ഗൗരിയെടുത്ത് ഞാൻ സംസാരിച്ചോളാം. അമ്മ മുത്തശ്ശിയുടെ മരുന്നെടുത്ത് കൊടുത്തോ? അത് ശരിയാ, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മതി. ഞാൻ പോയി മരുന്നെടുത്ത് കൊടുക്കട്ടെ മോളെ. നാളെ പാല് കൂടുതൽ കൊടുത്തോ? ശരി എന്നാ, ഞാൻ പോവാണേ ഗൗരി. ശരി സീത, ഞാനും പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി. നിൽക്കാൻ നിന്നോട് ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിച്ചില്ലേ? വഴിയിൽ നിന്ന് മാറും, എനിക്ക് പോകണം, ഒരുപാട് ജോലിയുള്ളതാ. ആ ജോലിയൊക്കെ ചെയ്യാം. ആദ്യം ഞാൻ ഇന്നലെ ചോദിച്ച സാധനം തന്നിട്ട് നീ ഇവിടെ നിന്ന് പൊക്കോ. നോക്ക്, നിങ്ങളുടെ വെള്ളത്തിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അത്രയ്ക്കായോ? എന്നാൽ ശരി, നീ തരണ്ട, ഞാൻ എടുത്തോളാം. ഇങ്ങോട്ട് വാടി. നീ വീണ്ടും എന്നെ അടിച്ചല്ലേ, നോക്കിക്കോ. താൻ വീണ്ടും ഇനി എൻ്റെ അടുത്ത് ഇങ്ങനെ എങ്ങനെ പ്രവർത്തിച്ച ഇതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മുന്നിൽ ഇനി വന്നു പോകരുത്. പറഞ്ഞ് മനസ്സിലായല്ലോ? നീ എഴുതി വെച്ചോ ഗൗരി, ഇതിന് ഞാൻ നിനക്ക് തന്നിരിക്കും. അവളായതുകൊണ്ട് ആ ഒരു അടിയിൽ ഒതുങ്ങി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നാണം കെട്ടാനേ ചേട്ടൻ. എന്തിനാണ് ചേട്ടാ ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് കുറച്ച് കൂടിപ്പോയി. എൻ്റെ ഏട്ടൻ ഇങ്ങനെ ആയിരുന്നില്ല. മിനിൻ്റെ മുമ്പിൽ ഞാൻ നാണം കെട്ടു ഗൗരി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി, നോക്കിക്കോ. അയാളെ കാണുന്നില്ലല്ലോ. എന്നും ഇതേ സമയത്താണല്ലോ ഇങ്ങോട്ട് പാസ് ചെയ്യാറ്. ഇന്നെന്താ അയാളല്ലേ അത്? അയാളെന്തിനാ ഇങ്ങനെ ഓടുന്നത്? ഈശ്വര, ലേറ്റായിപ്പോയോ? ഗൗരിയോട് നീ എന്ത് പറയും? അല്ല, ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെ വരാറുണ്ടല്ലോ, എന്താണ് ഉദ്ദേശം? ഹായ് ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടൻ ഇന്ന് ലേറ്റായിപ്പോയോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നോ? അതെ, അതെങ്ങനെ മനസ്സിലായി? എനിക്ക് ഉണ്ണിയേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. നോക്കൂട്ടി, വല്ല പ്രേമമാണെങ്കിൽ ഇപ്പോഴേ എടുത്ത് കളഞ്ഞു. എനിക്കതിനൊന്നും തീരെ സമയമില്ല. പ്രേമോ? ആർക്ക്? എനിക്കങ്ങനെയൊന്നുമില്ല. അല്ലേ, പിന്നെന്താ നീ പറയാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്? 2 ദിവസം കൊണ്ട് ഞാൻ കാണുവാണല്ലോ. അത് ഇതൊന്നും അല്ല. ഗൗരി ഡാൻസ് പഠിക്കുന്നില്ലേ? എനിക്ക് ഡാൻസ് പഠിക്കണമെന്നുണ്ട്. ഉണ്ണിയേട്ടനൊന്ന് റെക്കമെൻഡ് ചെയ്യാനാ. ചേട്ടനോടുള്ള പ്രശ്നം കാരണം അവളെന്നെ എടുത്തില്ലെങ്കിലും അതുകൊണ്ട് ചേട്ടൻ സൗകര്യം പോലെ അവളടുത്ത് പറഞ്ഞാൽ മതി. അയ്യടാ, അത് വേണമെങ്കിൽ സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി. ഞാനാരെ റെക്കമെൻഡ് ചെയ്യില്ല. മാറടി വഴിയുന്ന. എൻ്റെ ഈശ്വര, രക്ഷപ്പെട്ടു. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നാണം കെട്ടേനെ. തന്നെ ഞാൻ എടുത്തോളാടാ. താൻ എന്നോട് വന്ന് ഇഷ്ടം പറയും, നോക്കിക്കോ. അമ്പു മോനെ, അമ്മായി വിളിച്ചെന്തിനാണെന്നറിയോ? ഈ പാലിപാത്രം ഒന്ന് ഗൗരി ചേച്ചിനെ വീട്ടിൽ കൊണ്ട് കൊടുക്കടാ. അവളിവിടെ വന്നപ്പോൾ അമ്മായി തൊടിയിലായിരുന്നു, അതുകൊണ്ട് കണ്ടില്ലടാ. ഇവിടെയുള്ളവരോട് എടുത്തു കൊടുക്കാം, ഓർമ്മിപ്പിക്കാനും മറന്നുപോയിടാ. നീ ഇതൊന്ന് കൊണ്ട് കൊടുക്കുമോ? പാത്രമൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാം, പക്ഷേ എനിക്ക് മുട്ടായി വാങ്ങാൻ പൈസ തരണം. പൈസയൊക്കെ തരാം. നീ ഇത് കൊണ്ട് കൊടുത്തിട്ട് ഗൗരിയോട് പറ അമ്മായി തൊടിയിലായിരുന്നു, കേട്ടല്ലോ? ഞാൻ പറഞ്ഞോളാം. അമ്മായി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാൻ കൊണ്ടു കൊടുത്തിട്ട് മുട്ടായി വാങ്ങിച്ചിട്ട് തിരിച്ചു വരുള്ളൂ കേട്ടോ.
ഗൗരിയുടെ വീട്ടിലേക്കോ ഞാനും കൂടെ പോയാലോ? ആ അമ്പു, അനന്തേട്ടനും കൂടെ വരുന്നടാ, നിൽക്കടാ. അല്ല അനന്തേട്ടൻ ഇതെങ്ങോട്ടാ പോകുന്നത്? എന്താ? നീ നിൻ്റെ ഗൗരിയച്ചിൻ്റെ വീട്ടിലോട്ടല്ലേ പോകുന്നത്? ഞാനും വരുന്നുണ്ട്, ഞാനും കൂടെ വരാം. പിന്നെ അനന്തേട്ടന് ഗൗരിയച്ചി അറിയോ? അതെ കുട്ടികളെ, മര്യാദയ്ക്ക് നാളെ ഇതൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഒരു വക കളിക്കില്ല, ഒറ്റ ഒരെണ്ണം. അറിയുമെന്നോ? ഞങ്ങൾ പണ്ട് കൂട്ടുകാരായിരുന്നില്ലേ? നിനക്കതൊന്നും അറിയില്ല, നീ കുഞ്ഞായിരുന്നില്ലേ? ആണോ? ആഹാ. അപ്പം പറ, ഗൗരിയച്ചിയുടെ വീട് എവിടെയാ? അതാ കാണുന്നല്ലേ ഗൗരിയുടെ വീട്. എനിക്കറിയാടാ. ഇതാ ആ പാത്രം ഇങ്ങത്താ, ഞാൻ കൊടുക്കാം. പിന്നെ ഇതിൽ 100 രൂപയുണ്ട്. നീ മുട്ടായോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിച്ചോ, പൊക്കോ. ഓ, 100 രൂപയോ? താങ്ക് യു അനന്തേട്ട. അനന്തേട്ട മുത്താണ്. ഇതാ പാത്രം. ശരി, പൊക്കോ. ഗൗരി, നിനക്കുള്ള പണി വരുന്നുണ്ട്. എൻ്റെ കൃഷ്ണ, എന്തോ ഒരു ചൂടാ ഇവിടെ. ഫാന് ചീത്താക്കി മാറ്റാൻ വേണ്ടി വിളിച്ചിട്ട് അയാൾ വരുന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. നല്ല ചൂടാ. ഈ ഷോളൊന്ന് മാറ്റിയിടാം, അപ്പോഴത്തേക്ക് കുറച്ച് തണുപ്പ് കിട്ടും. ഇനി എന്തൊക്കെ പണിയുണ്ട് ചെയ്യാൻ. ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ഇനി ഇവള് പാലും എല്ലാം കൊടുക്കാൻ പുറത്തു പോയോ? ഇല്ല, സൗണ്ട് അകത്തുന്നുണ്ട്. ആഹാ, ഇതെന്ത് കോലം ഇവള്. മനുഷ്യൻ്റെ കൺട്രോൾ കളയാൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ശരിയാക്കി തരാം. എന്ത് പരിഭവം മെല്ലെ ഓടി വന്നു നീ, രാഗചന്ദനം നിന്റെ നെറ്റി. പെണ്ണെ, വല്ല ഷോൾ എടുത്തിട്ട് വെറുതെ എൻ്റെ കൺട്രോൾ കളയിപ്പിക്കണ്ട. താൻ എന്താടെ എൻ്റെ വീട്ടിൽ? ഇറങ്ങിപ്പോടാം. അയ്യേ, ഞാനിവിടെ കയറി പൊറുക്കാനൊന്നും വന്നതല്ല. പാല് പാത്രം കൊണ്ട് വച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, ഇപ്പൊ ഇറങ്ങിപ്പോക്കോ. ആരും കാണുന്നതിന് മുന്നേ ഇറങ്ങി പോവാൻ. കിടന്ന് തിളയ്ക്കാതടി. പോവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ഞാൻ പറഞ്ഞത് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. തരുന്നോ ഇല്ലയോ? അതോ നേരത്തെ പോലെ ഞാൻ തന്നെ എടുക്കണോ? ഞാൻ തന്നെ അങ്ങ് എടുക്കാം. അതോ അതിൻ്റെ ഒരു ശരി അല്ലേ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്ന? മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. ഞാൻ ആളെ വിളിച്ച് കൂട്ടും. വിളിക്ക്. നീ ആളെ വിളിച്ച് കൂട്ടണം. ഞാൻ അവരോട് പറയാം നീ വിളിച്ച് കയറ്റിയിട്ടാണ് ഞാൻ വന്നേന്ന്. വിളിക്കടി. വിളിക്കാൻ എന്താ നിനക്ക് വിളിക്കണ്ടേ? നീ എന്നെ ഒരുപാട് കൊതിപ്പിച്ചത്. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇങ്ങോട്ട് വാടി. വീടെന്നെ. നീ എത്രത്തോളം എന്നെ തല്ലും അത്രത്തോളം ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറും. നിനക്കൊന്നും പറയാനില്ലേ? ഇല്ലേന്ന്. നന്ദേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നന്ദേട്ടനോ? അപ്പം നിനക്കെന്നെ അറിയാം അല്ലേ? നന്ദേട്ട പ്ലീസ്, ഞാനിപ്പോൾ അതൊന്നും പറയാനോ കേൾക്കാനുള്ള സാഹചര്യത്തിലല്ല. ഇവിടുന്ന് ഇറങ്ങി പോകണം പ്ലീസ്. നാട്ടുകാരെ കാണുന്നതിന് മുന്നേ പ്ലീസ് പൊക്കോ ഇവിടെ നിന്ന്. വെക്കേഷൻ ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോഴും നീ എന്നോട് പെരുമാറുന്നത് നിനക്കറിയാലോ. ഇപ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടില്ല. എനിക്കറിയണം എന്താ നിൻ്റെ പ്രശ്നം. അനന്തേട്ടാ പ്ലീസ് ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. അതെന്താ സൗണ്ട്? ഈശ്വര, നാട്ടുകാരോ? നീ എന്താ പറയുന്നത്? വീടിന് പുറത്ത് നാട്ടുകാർ നിൽക്കുന്നു. നിങ്ങൾ എന്താ കാണിച്ച? നിങ്ങൾ എന്താ നാട്ടുകാരെ കൊണ്ടാണ് വന്നത്? നാട്ടുകാരോ? നീ എന്താ പറയുന്നത്? മാറി നോക്കട്ടെ. ഇപ്പോൾ നന്ദേട്ടന് സമാധാനമായോ? ഇതാണോ നന്ദേട്ടൻ വിചാരിച്ചത്? ഞാൻ എല്ലാത്തിനും ഒഴിഞ്ഞു മാറുന്നതല്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട്? ഞാൻ ആരെയും വിളിച്ചിട്ട് വന്നതൊന്നുമല്ല. അവരെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് സത്യം. ഞാൻ ആരെയും വിളിച്ചിട്ട് വന്നതല്ല. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. വന്നതുപോലെ എങ്ങനെയെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോ. ഇറങ്ങി വരാൻ. നീ വാതിൽ തുറക്കുന്നു, ഞങ്ങൾ ചവിട്ടി പൊട്ടിക്കുന്നു. ഇനിയും കണ്ടില്ലെങ്കിൽ ചവിട്ടി പൊട്ടിക്കും. ചവിട്ടി പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തുറന്നിട്ടുണ്ട്. അല്ല, ഇതാര്? ഇത് ആ ഭാർഗവി അമ്മയുടെ പേരക്കുട്ടിയല്ലേ? നിനക്കെന്താടാ ഇവിടെ കാര്യം? ഒരു പെൺകുട്ടി മാത്രം താമസിക്കുന്നിടത്ത് നിന്നെപ്പോലെ ഒരു പുരുഷൻ, അതെന്താ? എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? കൃഷ്ണ, നാട്ടുകാരൊക്കെ ഓരോന്നും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. നീ അവളെ വിളിക്ക്, അവള് പറയട്ടെ. അത് പറയുമ്പോൾ തനിക്ക് എന്താണ് ഇത്ര കെണി? തൻ്റെ സൂക്കേടൊന്നും ഞങ്ങളുടെ തലയിൽ കൊണ്ട് വെക്കണ്ട, മനസ്സിലായല്ലോ? അവളെ പറഞ്ഞ ശരിയല്ലേ? അവളെ വിളിക്ക്, അവള് പറയട്ടെ എന്താ നടന്നതെന്ന്. ഈശ്വര, ഞാനിങ്ങനെ അവരെ മുഖത്ത് നോക്കും. ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ എന്താ പറയണ്ടേ? ഗൗരി,
താൻ പുറത്തു വരാതെ അവരിവിടുന്ന് പോവില്ല. താൻ സോറി, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. എന്താ എന്താ നിങ്ങൾക്കൊക്കെ അറിയേണ്ട? എന്തിനാ നിങ്ങളൊക്കെ അവിടെ കൂടി നിൽക്കുന്നത്? എടാ, അവളെ ചുണ്ടു നോക്കി. ഈശ്വര, ആകെ പെട്ടല്ലോ. ഏത് സമയത്താണ് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഈശ്വര, വാസുവേട്ടന്റെ മോളാണല്ലോ. ഇവന്മാരൊക്കെ ഞാൻ കൊച്ചിന് വെറും സംസാരം മാത്രമാണെന്ന് മനസ്സിലായി മോനെ. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ട? ഞങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ? ഇത് എൻ്റെ വീടാ. എല്ലാവരും ഇവിടെ നിന്ന് പോകും. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ നാട്ടുകാരൊക്കെ ആരാ? അതെന്ത് വർത്താനടാ നീ പറയുന്നത്? ഈ നാട്ടിൽ ഇതൊന്നും പറ്റില്ല. ഞങ്ങൾ മാന്യന്മാർ താമസിക്കുന്നതാ. ഇവിടെ ഇതൊക്കെ നടക്കുകയാണെങ്കിൽ പിന്നെ ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ല. ഞാൻ എന്താ ചെയ്യേണ്ടേ? നീ ആ ചിത്തടി തറവാട്ടിലുള്ളതല്ലേ? അപ്പോ അവിടുത്തെ അമ്മ ഭാർഗവിയമ്മ പറയട്ടെ കൊച്ചുമോൻ എന്താ ചെയ്യേണ്ടതെന്ന്. ബാ. ഇത് മൊത്തം പുലിപോലെ ആവുമല്ലോ. തറവാട്ടോട്ടാണല്ലോ പോക്ക്. എൻ്റെ കൃഷ്ണ, ആരെ മുമ്പിൽ വന്ന് നിൽക്കരുതെന്ന് വിചാരിച്ചോ അവരെ മുമ്പിൽ തന്നെ നീ എന്നെ കൊണ്ട് നിർത്തിയല്ലോ. ഭാർഗവിയമ്മ എന്നെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഗൗരി, താൻ ടെൻഷൻ അടിക്കേണ്ട. എന്തിനും ഞാൻ തൻ്റെ കൂടെ കാണും. ഇതെന്താ നാട്ടുകാർ മൊത്തം ഉണ്ടല്ലോ? എന്താ എന്താ പ്രശ്നം? തമ്പുരാട്ടിയുടെ മോൻ ഈ കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങ് പൊക്കി. ചുമ്മാ സംസാരിക്കാൻ പോയെന്നാ ഇവൻ പറയുന്നത്. അനന്തൂട്ട, എന്താടാ ഇതൊക്കെ? ഇവർ പറയുന്നത് എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതമ്മ, ഞാൻ പാല് പാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൗരിയുടെ വീട്ടിൽ. പാല് പാത്രം? അത് ഞാൻ അമ്പൂനല്ലേ ഏൽപ്പിച്ച. നീ എങ്ങനെയാ അവിടെ? സീതത്തമ്പുരാട്ടി, അമ്പു എൻ്റെ കടയിൽ വന്നിരുന്നു. അവൻ 1 രൂപ 2 രൂപയ്ക്കൊക്കെ മുട്ടായി വാങ്ങുന്നത്. ഇന്ന് 100 രൂപ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെവിടെ നിന്നാണ്. അപ്പം പറഞ്ഞു അനന്തേട്ടൻ തന്നതാ, ഗൗരിയേച്ചിയുടെ വീട്ടിൽ പാത്രം ചേട്ടൻ കൊണ്ട് കൊടുക്കാന്ന്. ഇത് കേട്ടതും ഇവന്മാരൊക്കെ കേട്ട പതി കേൾക്കാത്ത പതി ആ കുട്ടിയുടെ വീട്ടിലോട്ട് ഓടി. രണ്ടും കഥ കടച്ച് വീട്ടിനകത്തുണ്ടായിരുന്നു. പോക്കിയപ്പോഴല്ലേ മനസ്സിലായത്. സീതമ്മ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ആരെയും വിളിച്ച് കയറ്റിയില്ല. ഇവരൊക്കെ പറയുന്നത് വിശ്വസിക്കരുത്. നിർത്തടി. കാശുള്ള വീട്ടിലെ ചെറുക്കന്മാരെ കണ്ണും കൈയും കാണിച്ച് വീട്ടിനകത്ത് വിളിച്ച് കയറ്റുന്നു. മുത്തശ്ശി, അവളോട് ചൂടാവണ്ട. ഞാനാ ഇതിന് ഉത്തരവാദി. അവളെ വിളിച്ചിട്ടല്ല ഞാൻ പോയത്. ഞാൻ അവളെ കാണാൻ വേണ്ടി പോയതാ. ഇവള് വിളിക്കാതെ നീ പോവില്ല എന്ന് എനിക്കറിയാം. ഇവള് തന്നെയാ നിന്നെ വിളിച്ചത്. ഈ ആസത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെയൊന്നും. മുത്തശ്ശി പ്ലീസ്, വായി വന്നെന്ന് വിളിച്ച് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ അവൾ നിരപരാധിയാ. ഞാനാ. അനന്ത മോനെ, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്ന? അച്ഛൻ ഇന്ന് വന്നാൽ ഞാൻ എന്താ പറയാ? അമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അത് തിരുത്താൻ ഞാൻ തയ്യാറാ. ഗൗരിയെ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്. ഞാൻ കാരണം അവളെ ഭാവി നശിക്കില്ല. ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. അച്ഛനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അനന്ത, ചിറ്റയുടെ തറവാട്ടിനൊരു അന്തസ്സുണ്ട്. അത് നീയായിട്ട് കളയരുത്. ഞാൻ സമ്മതിക്കില്ല അവളെ കെട്ടാൻ. അറിയാം, ഞാനായിട്ട് ഈ തറവാട്ടിന് അന്തസ്സ് കളയില്ല. ഞാൻ അവളെ കല്യാണം കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ല. പകരം ഞാൻ അവളുടെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങും. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ തറവാടിൻ്റെ അന്തസ്സ് കളയാൻ താല്പര്യമില്ല. സോ മുത്തശ്ശി പേടിക്കണ്ട. ഞാൻ ആരുടെ കൂടെ വരുന്നില്ല, എങ്ങോട്ടും പോകുന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. എനിക്ക് ആരെയും കല്യാണം കഴിക്കണ്ട. അതെങ്ങനെ ശരിയാവും? ഇതുപോലെ തോന്നിയസങ്ങൾ കാണിക്കാൻ ഈ നാട്ടിൽ പറ്റില്ല. ഈ നാട്ടിലൊരു അന്തസ്സുണ്ട്. ഞങ്ങൾ ചെറുപ്പക്കാരന്മാരെ കൂടെ താമസിക്കുന്നതാ. നിന്നെപ്പോലെ ഒരാളെ കണ്ട് ബാക്കിയുള്ള പിള്ളേർ പഠിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇപ്പോഴൊരു തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഇതാരും സംസാരിക്കണ്ട. ഗൗരിയെ ഞാൻ കല്യാണം കഴിക്കും. അത് നീ മാത്രം പറഞ്ഞാൽ പോരാ. ഭാർഗവിയമ്മ കൂടെ അത് പറയണം. ഭാർഗവിയമ്മയുടെ വാക്കല്ലേ അവസാനത്തെ വാക്ക്. അവന്റെ തീരുമാനം അതാണെങ്കിൽ അവൻ കല്യാണം കഴിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അനന്തു ഈ തറവാട്ടിൽ തന്നെ വേണം. ഈ തറവാട്ടിൽ. എൻ്റെ കൃഷ്ണ, അമ്മയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാ അതൊന്നും അറിയാം? ഇപ്പം എല്ലാവർക്കും സമാധാനമായില്ലേ? ഇനി എൻ്റെ വീട്ടിലെ മുറ്റത്ത് ആരും കാണാൻ പാടില്ല. അമ്മ, ഗൗരിയെ അകത്തേക്ക് കൊണ്ടുവെക്കോ. അവൾ ഇനി മുതൽ ഇവിടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം. അത് മതി എനിക്ക്. ഇത്രയൊക്കെ സഹായങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഗൗരി മോളെ, സീതമ്മ പറയുന്നതൊക്കെ ഇപ്പം നീ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. നാട്ടുകാർ മൊത്തം ഒളവി നിൽക്കാൻ. രാത്രി നിനക്ക് സമാധാനത്തോടെ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാ. എൻ്റെ തറവാട് മൊത്തം കുട്ടിച്ചോറ ഇതുപോലത്തെ അശ്ലീലങ്ങൾ കയറി നിറങ്ങി. എൻ്റെ കൃഷ്ണ, വേണ്ട സീതമ്മേ, ഞാൻ വന്നാൽ ശരിയാവില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പോവാം. നിന്നോട് ഞാൻ കയറി പോകാനാ പറഞ്ഞ. ഗൗരി, എന്നെ വെറുതെ വട്ട് പിടിപ്പിക്കരുത്. ഗൗരി മോളെ, നീ തൽക്കാലത്തേക്ക് അമ്മ പറയുന്ന കേൾക്ക്. ബാ. കള്ളച്ചേട്ടൻ കുറച്ച് നാണം കെട്ടാണെങ്കിലും ഗൗരിയെ സ്വന്തമാക്കാനുള്ള പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിനി എന്താണുണ്ട് ഉണ്ണിയേട്ടന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതുപോലെ എന്തായാലും വേണ്ട. ഞാൻ 2 ദിവസം മാറി നിന്നപ്പോ എന്തൊക്കെയാ ഇവിടെ നടന്നത്?
ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. വന്നിറങ്ങിയപ്പോ തൊട്ട് കേൾക്കുന്നതാ തറവാടിന്റെ മഹിമ. എന്റെ ചെവി പൊട്ടിപ്പോയി. ഇതൊക്കെ ഇതൊക്കെ എന്താ ഇത്? നിനക്കെന്താ ഒന്നും പറയാനില്ലേ? നാട്ടുകാർ എന്തൊക്കെയോ പറയുന്നതെന്നറിയോ പുറത്ത്? ആ കുട്ടിയെ നാണം കെടുത്തി എന്താ നിന്റെ ഉദ്ദേശം പറയാൻ? അച്ഛാ, ഞങ്ങൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചത്. എനിക്ക് അവളെ കൈവിടാൻ തോന്നിയില്ല. എന്നെ അച്ഛനല്ലേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മൾ കാരണം ആരും വിഷമിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന്. ഞാൻ കാരണം അവൾക്കുണ്ടായ മാനക്കേട് ഞാൻ കാരണം തന്നെ തിരുത്തണം. ശരി, ഞാൻ സമ്മതിച്ചു. ആ സമയത്ത് അവളെ രക്ഷിക്കാൻ വേണ്ടി നീ അത് ചെയ്തു. പക്ഷെ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം. ആ ഒരു സമയത്തെടുത്ത തീരുമാനമായ നാളെ ജീവിക്കേണ്ട നിങ്ങൾ രണ്ടുപേരുക. അതില് നിങ്ങൾക്ക് പിന്നീട് തോന്നരുത് ഇത് വേണ്ടായിരുന്നു എന്ന്, ഒരു എടുത്തുചാട്ടമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ നീ പറഞ്ഞു വരുന്നത്? അച്ഛാ, എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം കുറവുകളൊന്നും ഞാൻ ഗൗരിയിൽ കണ്ടിട്ടില്ല. എനിക്ക് ഗൗരിയെ ഇഷ്ടമാണ് എല്ലാ രീതിയിലും. അഞ്ജനമിഴികളാം കാതിലെ കടുക്കനോ മിന്നുന്ന പുഞ്ചിരിയോ മെയ്യഴകോ പൊന്നിൻ ചിലങ്ക വീണു കാലം നീളച്ചു നിന്നു. ഗൗരി, എനിക്കറിയണം അന്നെന്താ നീ എന്നെ കാണാൻ വരാത്തേന്ന്. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഗൗരി, പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നിനക്ക്? ഈസി ആയിരുന്നോ? കുഴപ്പമില്ല ചേട്ടാ, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനി റിസൾട്ട് വരുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഗൗരി, അനന്തേട്ടന് ഒരു കാര്യം ഗൗരിയോട് പറയാനുണ്ട്. അനന്തേട്ടൻ ചോദിച്ചാൽ അതിന് സത്യസന്ധമായിട്ട് ഗൗരി മറുപടി പറയോ? എന്താണെന്ന് ചേട്ടാ? ചേട്ടൻ ചോദിച്ചോ, ഞാൻ സത്യം പറയാം. എന്താ കാര്യം? അത് ഗൗരിക്കറിയാലോ, നാളെ വൈകുന്നേരം ഞാൻ ഡൽഹിക്ക് പോവുക, തുടർന്ന് പഠിക്കാൻ. തിരിച്ച് ഡോക്ടറായിട്ട് വരണം. മുത്തശ്ശീര ഓർഡറാ. പോകുന്നതിന് മുന്നേ ഗൗരിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അനന്തേട്ടൻ നാളെ പോവാണെന്ന്. ഗൗരി, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഗൗരിയെ ഒത്തിരി ഇഷ്ടമാണ്. അനന്തേട്ടന് ഗൗരിക്ക് ഇഷ്ടമാണോ? നന്ദേട്ടാ, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ നീ നന്നായിട്ട് ആലോചിക്ക്. എന്നിട്ട് നാളെ രാവിലെ അമ്പലത്തിൽ വാ, ഞാൻ കാത്തിരിക്കും. വൈകുന്നേരം ഞാൻ പോവും. എനിക്ക് രാവിലെ നിന്നെ കാണണം. വരുമോ നീ? ഞാൻ വരാം നന്ദേട്ടാ. ഞാൻ പോട്ടെ, അച്ഛൻ തിരക്കും. ബൈ. ഗൗരി, എനിക്ക് നിന്നെ പിരിയാൻ ഒട്ടും ഇഷ്ടമല്ല. മുത്തശ്ശിയുടെ താല്പര്യപ്രകാരം ഞാൻ ഈ പോകുന്നത്. ഞാൻ പഠിച്ച് വലുതായി നിന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. ഞാൻ വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞല്ലോ, എന്നിട്ടും ഗൗരിയെ കാണാനില്ലല്ലോ. ഇവളിനി വരില്ലേ? വരാന്ന്. അനന്തു, നീ ഇതുവരെ തൊഴുതില്ലേ? എത്ര സമയമായി? ബാ പോവാം. കുറേ നേരമായില്ലേ? നിനക്ക് വൈകുന്നേരം പോകാനുള്ളതല്ലേ? വന്നേ. മുത്തശ്ശി പൊക്കോ, ഞാൻ വന്നോളാം. ഞാൻ തൊഴുതിട്ട് വന്നോളാം. എൻ്റെ കുട്ടി എത്ര തവണ തൊഴും? മതി, വാ പോവാം. ഗൗരി, എന്നാലും നീ വന്നില്ലല്ലോ. എനിക്ക് ഒത്തിരി സങ്കടമായിട്ടോ. അനന്ത, നീ എന്താ നല്ല വിഷമിച്ചിരിക്കും പോലെ? നിനക്ക് പോകാൻ താല്പര്യമില്ലേ? എന്നാ നീ പോണ്ടടാ. വിശ്വ, നീ എന്താ ഈ പറയുന്നത്? അത് അവൻ കുറേ കഴിയുമ്പോൾ ശരിയായിക്കോളും. നിങ്ങളെയൊക്കെ വിട്ട് നിൽക്കുന്നതല്ലേ അല്ലേടാ? ചിറ്റായിട്ട് ആദ്യത്തെ ഡോക്ടറാവൻ. മോനെ, ശരീരമൊക്കെ നോക്കിക്കൊള്ളണടാ. ആദ്യമായിട്ടാ മാറി നിൽക്കുന്ന. ശ്രദ്ധിച്ചോളേ. അമ്മ വിഷമിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം. ആ ശരി ശരി, ഇതാ ട്രെയിൻ വന്നു. സൂക്ഷിച്ച് കയറി പൊക്കോ. ഗൗരി, നീ എന്നാലും വന്നില്ലല്ലോ. എനിക്കറിയണം അന്നെന്താ നീ എന്നെ കാണാൻ വരാതെന്ന്. ഗൗരി, ഇതാ പൂവ്. അമ്മ തന്നതാ, തലയിൽ വെക്കാൻ. വെച്ചോളൂ. നീനു, എനിക്ക് പൂവും സ്വർണ്ണം ഒന്നും വേണ്ട. എനിക്കിതൊന്നും വേണ്ട. പ്ലീസ്, നിർബന്ധിക്കരുത് പ്ലീസ്. ഗൗരി, നിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നുമല്ലാന്നും അറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഏട്ടൻ നിന്നെ പൊന്നുപോലെ നോക്കും, അത് ഉറപ്പാ. ആഹാ, ഇതുവരെ റെഡി ആയില്ലേ? എന്താ മോളെ നീ ഈ മാലയിൽ പോകുന്ന മക്കത്? അങ്ങ് വാ, അമ്മ വെച്ചുതരാം. സീതമ്മ, എനിക്കിതൊന്നും വേണ്ട പ്ലീസ്. ശരി, വേണ്ടെങ്കിൽ വേണ്ട. അതൊക്കെ അവിടെ വെച്ച് നീ വെക്കണ്ട. സീതമ്മ, ഞാൻ ആ റൂമിൽ പോകുന്നില്ല. ഞാനിവിടെ മിന്നിലൂടെ കിടക്കാം. എന്താ കുട്ടി പറയുന്നത്? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? നീ അവിടെയാണ് കിടക്കേണ്ട. അമ്മ പൊക്കോ, ഞാൻ ഗൗരിയെ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടാക്കാം. ഗൗരി, ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം നിൻ്റെ മാനസികാവസ്ഥ. പക്ഷേ ഇപ്പം നീ ചേട്ടൻ്റെ അടുത്ത് പോകണം.
ചേട്ടന് നിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയം എന്നെ വിളിച്ചാൽ മതി. ഞങ്ങളുടെ തൊട്ടടുത്ത റൂമാണ് എൻ്റെത്. മീനു, ഞാൻ പോയത് ശരിയാവില്ല. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്, വരാൻ കുറച്ച് പാടുപെട്ടു. പിന്നെ ഞാൻ ഉണ്ടെന്നൊരു ധൈര്യത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ ഏട്ടത്തി ഇതാ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം അവൾ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കുമായിരിക്കും. അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ചതാ ജോലി. മീനു, നീ എന്തൊക്കെയായി പറയുന്നത്? സോറി ഏട്ടത്തി, ഏട്ടൻ പറഞ്ഞിട്ടാ. എനിക്ക് ഏട്ടത്തി അവിടെ കൊണ്ടെത്തിക്കണം. പിന്നെ അടുത്തുള്ളത് എൻ്റെ റൂമൊന്നുമല്ല, വിളിച്ചേക്കല്ലേ, ഞാൻ വരില്ല. എന്നാൽ ശരി, ഞാൻ പോവാ. അതിരാത്രിക്ക് എൻ്റെ ആശംസകൾ. നീ പോകുമ്പോൾ ആ വാതിലൂടെ ഒന്ന് അടച്ചേക്കേട്ടോ. ഈശ്വര, ഞാനിപ്പോൾ എന്താ പറയുക? ഞാൻ കിടക്കാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങാം. അതിനു മുമ്പ് എനിക്കറിയണം അന്ന് എന്താ സംഭവിച്ചതെന്ന്. നീ അന്ന് എന്താ വരാത്തതെന്ന് എനിക്കറിയണം. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് കിടക്കണം, നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ പഴയ കാര്യങ്ങളൊന്നും സംസാരിക്കാനും ഓർക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സോറി. പക്ഷേ എനിക്കറിയണം, നിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടായിട്ടും നീ അന്ന് എന്തിനാ വരാത്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഗൗരി, പറയ്. നന്ദേട്ടാ പ്ലീസ്, നമുക്കത് സംസാരിക്കണ്ട. അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളല്ല. പ്ലീസ് നന്ദേട്ടാ. പക്ഷേ എനിക്കറിയണം, നിനക്കെന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞിട്ട് പോകുമായിരുന്നില്ലേ? അന്നും ഇന്നും എന്നും എനിക്കിഷ്ടം. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇനിയെങ്കിലും ഇതൊന്ന് പറ. എന്താ നിൻ്റെ പ്രശ്നം? ആരെങ്കിലും നിന്നെ വിലക്കിയോ? അതോ നിനക്ക് വേണ്ടാന്ന് തോന്നിയോ എന്നെ? എന്താ നിൻ്റെ പ്രശ്നം ഗൗരി? പറ, ഞാനും കൂടെ അത് അറിയട്ടെ. എനിക്കറിയണം. അന്ന് വൈകുന്നേരം ഞാൻ പോകുന്ന വഴിക്ക് നാളെ അച്ഛൻ വാങ്ങിത്തന്ന പുതിയ പട്ടോടിട്ട് വേണം നന്ദേട്ടനെ കാണാൻ പോവാൻ. എനിക്കും ഇഷ്ടമാണ്. അയ്യോ, അത് ഭാർഗവിയ മുത്തശ്ശിയല്ലേ? ഇങ്ങോട്ടാണല്ലോ വരുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. നിനക്കെന്താ അനന്തനുമായിട്ട് സംസാരം? നീ കാരണം എൻ്റെ കുട്ടിയെ ഞാൻ ദൂരത്തോട്ട് വിടുന്ന. ഇനി നിങ്ങൾ സംസാരിക്കരുത്, മനസ്സിലായല്ലോ? മുത്തശ്ശി, ഞങ്ങൾ വെറുതെ. മുത്തശ്ശിയോ? ആരുടെ മുത്തശ്ശി? അതൊക്കെ അന്നേ തീർന്ന ബന്ധോ? എൻ്റെ കൊച്ചു ചെറുക്കൻ എങ്ങനെ നോക്കിയത് ഞാൻ അറിഞ്ഞ കൊത്തിച്ചോളെ ഞാൻ. ഇപ്പം ഞാൻ പോവുക. ഞാൻ പറഞ്ഞത് മറക്കണ്ട. അവൻ്റെ പിറകെ എങ്ങാനും നിന്നെ കണ്ട പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം പൊക്കോ. ഈശ്വര, അച്ഛനാണല്ലോ. അച്ഛൻ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവോ? നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? വീട്ടിൽ പോണ്ടേ? ബാ, നടക്ക്. വരുന്നച്ച. അച്ഛൻ നേരത്തെ വന്നോ? ഗൗരി മോളെ, നീ ഉറങ്ങിയോ? ഉറങ്ങിയില്ലെങ്കിൽ അച്ഛനെ കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ അച്ഛൻ ഇത്? അച്ഛൻ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ചോദിക്കണോ എന്നോട്? അതില്ല, പക്ഷേ ഇന്ന് ഭാർഗവിയമ്മ നിന്നോട് എന്താ പറഞ്ഞേ? അച്ഛൻ എല്ലാം കേട്ടു. അത് വെച്ചാ ഞാൻ സോറി. സാരമില്ല, പക്ഷേ ഭാർഗവിയമ്മ പറഞ്ഞ പോലെ ഇനി നിങ്ങൾ രണ്ടുപേരും ഇത് ആവർത്തിക്കരുത്. മനസ്സിലായോ അച്ഛൻ പറയുന്നത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പൊന്നുപോലെ വളർത്തിയ മോളെ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അവരെ സമ്മതമില്ല. അച്ഛനെ പോലെ ഒരു ഗതിയില്ലാത്ത ഒരാള് മോളെ കൊണ്ടുപോകുന്നത് ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ദേഷ്യം അവർക്ക്. അത് ഇനി ആവർത്തിക്കാതിരിക്കാനാ അവർ മോളെ വഴക്കു പറഞ്ഞ്. മോളച്ഛന് വാക്ക് തരണം, അനന്തുവിന് ഇനി കാണില്ല എന്ന്. അച്ഛന് വാക്ക് തരില്ലേടാ? നമുക്ക് ആരോടും ഒന്നിനും വഴക്കിന് പോകണ്ട മോളെ. അച്ഛൻ പറയുന്ന മോള് കേൾക്കില്ലേ? അയ്യേ, എന്താ അച്ഛാ ഇത്? അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ഗൗരിക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛൻ എന്ത് പറഞ്ഞാലും ഗൗരി മോള് കേൾക്കും. അച്ഛൻ്റെ മോളല്ലേ ഞാൻ. അച്ഛൻ വിഷമിക്കണ്ട, പോയി കിടന്നോ. ഗുളിയൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലേ? അച്ഛനോട് ദേഷ്യം ഉണ്ടോടാ നിനക്ക്? എന്താ അച്ഛാ ഇത്? വയ്യാത്തതല്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കരുത്. പോയി കിടന്നേ. വിഷമമുണ്ട്, പക്ഷേ വേണ്ട. അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാ. ഒന്നും വേണ്ട. പിറ്റേന്ന് രാവിലെ ഞാൻ ചായയായിട്ട് അച്ഛനെ എണീപ്പിച്ചപ്പോൾ ആ ഭാവം എണീറ്റില്ല. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. മാത്രമല്ല ഒന്നും അറിയാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ആരെയും ഒന്നും അറിയിക്കാൻ എനിക്കും തോന്നിയില്ല. ഞാൻ വീണ്ടും ചോദിക്കാം, അന്ന് നിനക്ക് നിൻ്റെ ഉള്ളിൽ തോന്നിയ ഇഷ്ടം ഇപ്പോഴും എൻ്റെ അടുത്ത് നിനക്കുണ്ടോ? നന്ദേട്ടാ, എനിക്ക് ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലാവും നിൻ്റെ ഉള്ളിൽ എൻ്റെ അടുത്തുള്ള സ്നേഹം. എന്നെ സ്നേഹിക്കാൻ നിനക്ക് ആരുടെ അനുവാദവും വേണ്ട. നമ്മൾ ജീവിക്കും. ഈ പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ നമ്മൾ ജീവിക്കും. ഞാൻ ഓരോ പ്രാവശ്യം വെക്കേഷൻ വരുമ്പോൾ നീ എന്നെ കാണാത്ത പോലെ നടക്കുമ്പോൾ, മുഖം തിരിഞ്ഞ് നടക്കുമ്പോഴൊക്കെ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയോ ഞാൻ? അന്ന് സൈക്കിളിലും മനഃപൂർവ്വം വന്ന് ഇടിച്ചതാ. അങ്ങനെയെങ്കിലും നീ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. മനഃപൂർവ്വം ഇടിച്ചതൊന്നും? അപ്പോൾ അന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്താവുമായിരുന്നു? അതിന് നീ സൈക്കിൾ ഉരുട്ടിക്കൊണ്ടല്ലേ വന്നത്? ഞാൻ സൈക്കിളിലല്ലേ ഇടിച്ചത്. നിനക്കെന്തെങ്കിലും പറ്റിയ ഞാൻ എടുത്തോണ്ട് ഓടില്ലേ ആശുപത്രിയിൽ?
എനിക്ക് പേടിയായിരുന്നു ആ കണ്ണി നോക്കാൻ, അതുകൊണ്ടാണ് ഞാൻ കാണാത്ത പോലെ നടക്കുന്നത്. എന്നിട്ട് എന്തായത്? ഇനി നീ പേടിക്കണ്ട ഒന്നിനും. ഇനി സംസാരിക്കാൻ സമയമില്ല. ഇനി നോ തിയറി, ഓൺലി പ്രാക്ടിക്കൽ. എന്നിട്ട് ഞാൻ വേണ്ട, ഞാനൊന്നും കേൾക്കില്ല. എന്നിട്ട് പ്ലീസ് ഗൗരി നിക്ക്. നീ നേരത്തെ എണീറ്റോ? എന്നിട്ട് പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ചായ എടുക്കാം. നീ ഇന്നലെ നേരത്തെ കുളിച്ച? നമുക്ക് ഒരുമിച്ച് കുളിക്കായിരുന്നില്ലേ? അയ്യേ, ഞാനെങ്ങുമില്ല. ഞാൻ താഴെ സീതാമടുത്ത് പോവാ. പോയി കുളിച്ചിട്ട് വന്നേ. എന്താ നന്ദേട്ടാ ഇത്? താഴെ വെക്ക്, ഞാൻ വീഴും. ഇതാ പുറത്ത് സൗണ്ട് വെക്കുന്നു. അവരൊക്കെ എണീറ്റെന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ, വിട്ടെ. സീതാമടുത്ത് പോട്ടെ, വിട്ടേ. പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ പ്ലീസ്. നന്ദേട്ടാ, ബാത്റൂമിൽ ടവലുണ്ട്, കുളിച്ചിട്ട് വാ. നമുക്ക് അമ്പലത്തിലൊന്ന് പോവാം. ശരി, ഇന്നത്തേക്ക് ഞാൻ നിന്നെ വിട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അമ്പലത്തിൽ പോവാം. കുളിച്ച് റെഡി ആയിട്ടാണല്ലോ. നേരത്തെ എണീറ്റ് തോന്നി. അമ്പലത്തിൽ പോകാൻ വലിയ പ്ലാൻ ഉണ്ടോ രണ്ടാൾക്കും? ആമാ, നന്ദേട്ടൻ കുളിച്ചിട്ട് വന്ന് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അതേതായാലും നന്നായി. ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. പോയി തൊഴുതിട്ടൊക്കെ വാ. നീ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? നിന്റെ മനസ്സിലിരിപ്പൊക്കെ നീ സാധിപ്പിച്ചെടുത്തില്ലേ, ഇനി എന്തിനാ അമ്പലമൊക്കെ? മുത്തശ്ശി, ഞാൻ ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല, മനഃപൂർവ്വമല്ല. ഗൗരി, അമ്പലത്തിൽ പോണ്ടേ? ബാ. അമ്മ, അച്ഛനെവിടെ? കണ്ടില്ല. അച്ഛൻ ബാൽക്കണിയിൽ കാണും, പത്രം വായിക്കാം. എന്താ, വിളിക്കണോ? വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ഗൗരി, നീ നിൽക്ക്, ഞാൻ എന്താ വരുന്നു. എന്താണ് രാവിലെ എന്നെ കാണാനൊക്കെ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു നന്ദി പറയാനുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഈ ചീപ്പ് ഐഡിയ കന്ന് എന്നെ ഗൗരിയെ സ്വന്തമൊക്കെ സഹായിച്ച ആളല്ലേ, അതുകൊണ്ട്. നീ ചീപ്പ് ഐഡിയ തന്നെ തള്ളിക്കളയൊന്നും വേണ്ട. നിനക്ക് ഇതൊക്കെ മതി. മുമ്പ് ഗൗരിയുടെ അമ്മ എൻ്റെ അനിയത്തിയെയും വാസുവിനെയും ഒന്നിപ്പിക്കാൻ ഞാൻ നല്ലൊരു ഐഡിയ കൊടുത്തത്. അവർക്ക് പരസ്പരം ഇഷ്ടമായതുകൊണ്ട് നല്ല ഐഡിയ. നിനക്ക് ചീപ്പൊക്കെ ധാരാളം കേട്ടോ. ഒരു താങ്ക്സ് പറയാമെന്ന് ഞാൻ ആരായി? ഞാൻ പോവുക. ഗൗരി, താൻ എന്താടോ ഒരുപാട് നേരം കണ്ണടച്ച് കൃഷ്ണനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? അപ്പോൾ നന്ദേട്ടൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചില്ല, എന്നെ നോക്കിയിരിക്കുമായിരുന്നു അല്ലേ? അത് പിന്നെ നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നിനക്ക് ഈ താലിയും സിന്ദൂരം നന്നായിട്ട് ചേരുന്നുണ്ട്. എൻ്റെ പൊന്ന, എന്നിട്ടാ ഇത് അമ്പലോ? എന്താ ഈ പറയുന്നത്? നമുക്ക് വീട്ടിൽ പോവാം. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം കൂടെ ഇവരടുത്ത് പറയാനുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ ഒരുപാട് സ്റ്റോറി ആയിട്ട് ഇങ്ങനെ വരുന്നതല്ലേ, നിങ്ങളെ സബ്സ്ക്രിപ്ഷനല്ലേ നമുക്ക് പുതിയ സ്റ്റോറിക്ക് ഒരു പ്രചോദനം. പ്ലീസ്. പിന്നെ ഈ ഗൗരിയും നന്ദനും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ഞങ്ങൾക്ക് ആവശ്യമാണ്, പിന്നെ ലൈക്കും. പുതിയ സ്റ്റോറിയിൽ പുതിയ ആൾക്കാരായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.